ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എനിക്കത്ര സന്തോഷമൊന്നും തോന്നുന്നില്ല. ഇന്ന് ഞാൻ നല്ല വിഷമത്തിലാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്നലെ ഞാൻ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ ഫുള്ള് ടില്ലു ടില്ലു ടില്ലു. എന്താണ് ഇവൻ്റെ വിചാരം? എന്താ, ഇവൻ വലിയ ആളൊന്നല്ല, എൻ്റെ സ്റ്റുഡൻ്റാണ് ഇവൻ. പിന്നെ നിങ്ങളെല്ലാവരും എന്തിനാ ഇവനങ്ങനെ ടില്ലു 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 എന്ന് വിളിച്ച് ഇങ്ങനെ ഫുള്ള് കമൻറ്റ് ബോക്സിൽ ഇടുന്നത്? അതുകൊണ്ട് ഇന്ന് ഇവൻ തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ഞാനിന്നൊന്നും പറയില്ല. അപ്പോൾ ബൈ. ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഞാനാണ് പെട്ടത്. നിങ്ങളെല്ലാവരും കൂടി ഓരോ കമന്റ് എന്റെ പേരിൽ തിലു തിലു തില്ലു എന്നിട്ടിട്ട് അവസാനം അവള് തെറ്റിപ്പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ, എനിക്ക് അവളാ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ഞാനെല്ലാം പഠിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നോ? അവളൊക്കെ കള്ളം പറയുന്നതാ. എനിക്ക് ഒരു കുന്തം അറിയില്ല. ഇനിയിപ്പോ ഞാൻ എന്താ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക? ഞാനേ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കട്ടെ. അവൻ പറയുന്ന ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ? എടാ തില്ലു, നീ പേടിക്കണ്ട. ഞാൻ പേടിക്കാതിരിക്കും. പോയില്ലേ, ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എടാ പൊട്ടാ, നീ അന്ന് ഓസിലേഷൻസ് ഇരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടിരുന്നല്ലോ. നീ അതെല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്ക്. ആ, അത് ശരിയാ, ഓസിലേഷൻസ് പഠിക്കാം. ഗൈസ്, ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എല്ലാവരും പഠിക്കണേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്താണെന്നറിയോ? ഫസ്റ്റ് ടോപ്പിക് ആണ് പീരിയഡിക് മോഷൻ. എന്താണ് പീരിയഡിക് മോഷൻ? ഞാൻ പറയുന്നത് എല്ലാവരും എല്ലാം പഠിക്കണേ. ഞാൻ പറയുന്നത് ഫുള്ള് എക്സാമിന് വരും. ഓക്കെ, അപ്പൊ പീരിയഡിക് മോഷൻ എന്താ നോക്കിയാലോ? പീരിയഡിക് മോഷൻ എന്താന്ന് വെച്ചാല്, നമ്മള് ഇപ്പം ഒരു സംഭവം നടന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ അത് വീണ്ടും നടക്കുകയാണ്. അപ്പൊ എന്താ, സെയിം ടൈം ഇന്റർവെൽ കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നടക്കുന്ന മോഷനെയാണ് പീരിയഡിക് മോഷൻ എന്ന് പറയാം. എല്ലാവർക്കും മനസ്സിലായോ എന്താണ് പീരിയഡിക് മോഷൻ? സെയിം ടൈം ഇന്റർവെല്ലില് റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന മോഷനാണ് പീരിയഡിക് മോഷൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്നറിയോ? നെക്സ്റ്റ് ടോപ്പിക് ആണ് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല, പക്ഷേ എനിക്കറിയാം. യെസ്, എന്താണ് ഓസിലേറ്ററി മോഷൻ? ഓസിലേറ്ററി മോഷൻ എന്ന് വെച്ചാല് നമ്മുടെ പെൻഡുലത്തിന്റെ ഒക്കെ പോലെ ഒന്നിക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോവാ, അല്ലെങ്കിൽ മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു മോഷനാണ് ഓസിലേറ്ററി മോഷൻ. അപ്പൊ എന്താണ്? ടു ആൻഡ് ഫ്രോ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, അപ്പൊ നമ്മള് പീരിയഡിക് മോഷനും പഠിച്ചു, ഓസിലേറ്ററി മോഷനും പഠിച്ചു. നിങ്ങളെല്ലാരും പഠിച്ചില്ലേ? അപ്പൊ എന്താ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ചാല്, എല്ലാ ഓസിലേറ്ററി മോഷനും പീരിയഡിക് ആണ്. പക്ഷേ എല്ലാ പീരിയഡിക് മോഷനും ഓസിലേറ്ററി അല്ല. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്? ആർക്കെങ്കിലും അറിയോ? എനിക്കറിയാം. ഇത് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഇത് എപ്പോഴും ഒരു ബോഡി, എന്തെങ്കിലും ഒരു ബോഡി, ആ ബോഡി ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നിട്ട് ടു അല്ലെങ്കിൽ ഫ്രോ ആയിട്ട് മൂവ് ചെയ്യാണ്. ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നിട്ട് ടു അല്ലെങ്കിൽ ഫ്രോ ആയിട്ട് മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്യാനുള്ള കാരണം എന്താ? ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ്. ഈ റിസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഒരു ബോഡി ഫിക്സ്ഡ് പോയിന്റിൽ നിന്നിട്ട് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യും. അതിന്റെ കാരണം എന്താ? ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ്. ആ റിസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, സെക്കൻഡ് പെൻഡുലം എന്താന്ന് ആർക്കെങ്കിലും അറിയോ? പെൻഡുലം എന്താണ് എല്ലാവർക്കും അറിയാം.
ജസ്റ്റ് നമുക്ക് സമയം കാണിച്ചു തരുമ്പോൾ അതിൻ്റെ അടിയിൽ ഡിങ് ഡോങ് എന്ന് പറയുന്ന സാധനമാണ് പെൻഡുലം. അപ്പം സെക്കൻഡ് പെൻഡുലം എന്താണ്? സോറി, സെക്കൻഡ്സ് പെൻഡുലം. ഒരു എസ് ഉണ്ട് അവിടെ. അതെന്താ? എന്താ? അതിന്റെ ടൈം പീരീഡ് ഉണ്ടല്ലോ. അതായത് ഈ ഡിങ് ഇവിടെ മുട്ടിയിട്ട് ഡോങ് ഇവിടെ മുട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം 2 സെക്കൻഡ് ആവും. സാധാ 1 സെക്കൻഡ് മതി. അതാണ് നമ്മുടെ പെൻഡുലം. പക്ഷേ സെക്കൻഡ്സ് പെൻഡുലത്തിൽ 2 സെക്കൻഡ് വേണം. അപ്പൊ നമ്മുടെ സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണെന്ന് അറിയോ? ഓസിലേഷൻസ്. കുറെ ടൈപ്പ് ഓസിലേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് അറിയോ? ഫസ്റ്റ് വൺ ആണ് അൺഡാംപ്ഡ് ഓസിലേഷൻ. അൺഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവൂല. ഫ്രിക്ഷൻ ഇല്ലാത്തോണ്ട് അതിന്റെ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആവും. അപ്പൊ ഡാംപ്ഡ് എന്താന്നല്ല, സോറി, അപ്പൊ അൺഡാംപ്ഡ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഫ്രിക്ഷൻ ഉണ്ടാവൂല, അതുകൊണ്ട് തന്നെ എനർജി കോൺസ്റ്റന്റ് ആവും. ഇനി നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ അൺഡാംപ്ഡിന്റെ ശത്രുവായ ഡാംപ്ഡ് ഓസിലേഷൻ. ഡാംപ്ഡ് ഓസിലേഷൻ എന്താണ്? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ എന്തുണ്ടാവും? എനർജി കോൺസ്റ്റന്റ് അല്ല. അൺഡാംപ്ഡില് എനർജി കോൺസ്റ്റന്റ് ആണ്, ഡാംപ്ഡില് എനർജി കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഫ്രീ ഓസിലേഷൻ. ഫ്രീ ഓസിലേഷൻ എന്താന്ന് വെച്ചാല് അതിന്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു മോഷനെയാണ്, സോറി, ഓസിലേഷനെയാണ് ഫ്രീ ഓസിലേഷൻ എന്ന് പറയാ. അങ്ങനെ വെച്ചാ നമ്മള് കൂടുതലായിട്ട് ഓസിലേറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ തന്നെ ഫ്രീക്വൻസിയിൽ, നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അത് ഓസിലേറ്റ് ചെയ്യും. അങ്ങനത്തെ ഓസിലേഷനെയാണ് ഫ്രീ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓസിലേഷൻ, ഫസ്റ്റ് ഓസിലേഷൻ. ഫസ്റ്റ് ഓസിലേഷൻ എന്ന് വെച്ചാല് അതിനോട് നീ ഓസിലേറ്റ് ചെയ്യ് എന്ന് പറഞ്ഞ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഫസ്റ്റ് ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഓസിലേഷൻസ് ഒക്കെ എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഓസിലേഷൻസും സിമ്പിൾ ഹാർമോണിക് മോഷനും പിന്നെ എന്താ പീരിയഡിക് മോഷനും ഒക്കെ എല്ലാരും നന്നായിട്ട് പഠിക്കണേ. ഇനി കുറച്ച് പ്രോബ്ലംസിന്റെ ഒക്കെ പ്രൂഫാണ്, പക്ഷെ അത് ചെയ്യാൻ എനിക്ക് അറിയൂല. നമുക്ക് അവളെ ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, ദേവിക വാ. അല്ല ഗൈസ്, ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇവനെ ഇഷ്ടായോ? എല്ലാരും ഇവന്റെ ക്ലാസ് കേട്ടിരുന്നു? ഒന്നും മനസ്സിലാവൂല ഇവൻ പറഞ്ഞാല്. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാ ഇവന്റെ ക്ലാസ് കേട്ടിരുന്നത്? ഞാൻ തന്നെ പറഞ്ഞു തരേണ്ടി വരും. എല്ലാവർക്കും മനസ്സിലായിണ്ടാവോ? മനസ്സിലായിണ്ടാവും എന്നൊക്കെയാ പറയുന്നേ. എന്തായാലും എന്റെ ടീമിലല്ലേ, എന്റെ സ്റ്റുഡന്റ് അല്ലേ, എല്ലാവർക്കും നല്ല മനസ്സിലായിണ്ടാവും. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൂഫ്സിലേക്ക് കിടക്കാം. അത് ഞാൻ തന്നെ ചെയ്യാം. പാവന്റെ ടീമിൽ ഇപ്പൊ തന്നെ ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബോർഡിൽ പോയിട്ട് പ്രൂഫ് എഴുതി പഠിക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോ പറഞ്ഞ ചാപ്റ്റർ ഏതായിരുന്നു? ഓസിലേഷൻസ് ആയിരുന്നു. ഞാനല്ല പറഞ്ഞത്, ടില്ലുവാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ കുറച്ച് പ്രൂഫ്സ് മാത്രമേ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് പ്രൂഫ് ആണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ കാണുന്ന പ്രൂഫ്. ആ പ്രൂഫ് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല് ഞാനൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഹെൽപ്പോടെയാണ് ഇത് നടക്കുന്നത് എന്ന്. അപ്പം ജസ്റ്റ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് റിസ്റ്റോറിംഗ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അപ്ലൈഡ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് MA ആണ്. അപ്പൊ MA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിസ്റ്റോറിംഗ് ഫോഴ്സ് X ആണ്. അപ്പം MA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് X. ഇനി MA ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ പോക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു മൈനസ് KX എന്ന് കൊടുത്തു. ഈ K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്.
അപ്പം ഈ മൈനസ് കെ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എം എ പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇതിനെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റും ചെയ്യണം, അതിന്റെ കൂടെ തന്നെ ഒരു എം വെച്ച് ഡിവൈഡും ചെയ്യണം. അപ്പൊ ഈ എമ്മിനെ എം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എം ബൈ എം, എനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ എക്സ് ബൈ എം ഈക്വൽ ടു 0. ഇനി ഈ എമ്മും എമ്മും ക്യാൻസൽ ആയി പോയി. അപ്പൊ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ആണ് ഒമേഗ സ്ക്വയർ. അപ്പം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആണ്. പിന്നെ ഇവിടെ ഉള്ള എക്സ്, ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഈ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടോട്ടൽ എനർജി ആണ്. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം, ഹാഫ് എം വി സ്ക്വയർ ആണ്. ഇവിടെ വി എന്താന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്നതാണ്. വി ഈക്വൽ ടു ഈ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് ഈ വി. അപ്പൊ എന്താണ് വി സ്ക്വയർ എന്ന് പറയുന്നത്? എന്തായിരിക്കും? വി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ റൂട്ട് പോവും ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് എം, പിന്നെ വി എന്താണ്? ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ, ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി ഇതിനൊക്കെ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്ത് എന്ത് കിട്ടും? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഈ ആർ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഈ ഒരു ഇതും കൂടി ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു നെഗറ്റീവ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ. ഇതാണ് ടോട്ടൽ എനർജി ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്നത് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ കൈനറ്റിക് എനർജിന്റെയും പൊട്ടൻഷ്യൽ എനർജിന്റെയും വേരിയേഷൻ. അത് ഈ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചേക്കണം. ജസ്റ്റ് സിമ്പിൾ ആണ് വരയ്ക്കാൻ. ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക, പിന്നെ ഇങ്ങനത്തെ ഒരു യു വരയ്ക്കുക, പിന്നെ ഇങ്ങനത്തെ ഒരു യുവും വരയ്ക്കുക. ഇതിൽ ഈ റാ പോലെ കാണുന്നത്, അതായത് ചിരിഞ്ഞ് കാണുന്നതാണ് കൈനറ്റിക് എനർജി, യു പോലെ കാണുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇത് എന്തായാലും പഠിക്കേണ്ട ഒരു ഗ്രാഫാണ്, ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഗ്രാഫാണ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് കാണാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ആണ് കാണുന്നത്. അത് നമുക്ക് ഓൾറെഡി പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഇക്വേഷൻ ഒന്ന് പ്രൂവ് ചെയ്യുന്നത് കാണിക്കാഞ്ഞത്. ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ഡിസ്പ്ലേസ്മെന്റ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ. ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ഡിസ്പ്ലേസ്മെന്റ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ. ഇതാണ് നമ്മുടെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. ഇപ്പൊ ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇതൊരു പെൻഡുലം ആണെന്ന് വിചാരിക്കട്ടോ. ഇതാണ് പെൻഡുലം. ആ പെൻഡുലം ഇങ്ങനെ എങ്ങോട്ട് പോകും, എന്നിട്ട് ഇങ്ങനെ എങ്ങോട്ട് പോകും, ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് പോകും. അതാണ്. ഇതിന് ഇവിടെ ഒരു ആർക്ക് ഉണ്ട്. ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആണ്. പിന്നെ ഈ റേഡിയസ് എന്ന് പറയുന്നത് എൽ ആണ്. പിന്നെ ഈ താഴേക്ക് എം ജി ഉണ്ട്. ഇത് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ആകെ പഠിച്ചിട്ടുണ്ട് ഒരേ ഒരു ഇക്വേഷൻ ആണ് ഇത്. എം എ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എം ജി സൈൻ തീറ്റ. അതായത് അപ്ലൈഡ് ഫോഴ്സ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് റിസ്റ്റോറിംഗ് ഫോഴ്സ്. അത് ഫസ്റ്റ് എഴുതാം. അപ്ലൈഡ് ഫോഴ്സ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് റിസ്റ്റോറിംഗ് ഫോഴ്സ്. എന്നിട്ട് അടിയിൽ എഴുതുക എം എ ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ. എമ്മും എമ്മും ക്യാൻസൽ ആയി പോയി. അപ്പൊ എ ഈക്വൽ ടു മൈനസ് ജി സൈൻ തീറ്റ. ഈ സൈൻ എന്ന് പറയുന്നത് ഭയങ്കര സ്മോൾ ആണ്, നെഗ്ലിജിബിളി സ്മോൾ ആണ്. അതുകൊണ്ട് ഇതിനെ എ ഈക്വൽ ടു മൈനസ് ജി തീറ്റ എന്ന് കൊടുത്തു. അപ്പൊ അതെന്താണ്? ആക്സിലറേഷൻ ആണ് ജി തീറ്റ. ഇനി നമുക്കറിയാം ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു ആർ ബൈ റേഡിയസ് ആണെന്ന് അറിയാം. ഓൾറെഡി അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ ആർക്ക് എന്താണ്? എക്സ് ആണ്. റേഡിയസോ
L. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? ആക്സിലറേഷൻ ഈക്വൽ ടു മൈനസ് ജി എക്സ് ബൈ എൽ. ഇനി ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എക്സ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. മീൻ പൊസിഷന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ 2 പൈ റൂട്ട് എക്സ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് ഈ നെഗറ്റീവ് സൈന് എടുക്കണ്ട. ജി എക്സ് ബൈ എൽ. അപ്പൊ മുകളിലേക്ക് എഴുതുമ്പോൾ 2 പൈ പിന്നെന്താ റൂട്ട് എക്സ് എൽ ബൈ ജി എക്സ് വരും. ഈ എൽ ഇവിടേക്ക് പോയി, അത്രേ ഉള്ളൂ. അപ്പൊ ഈ എക്സും ക്യാൻസൽ ആയി. ദാറ്റ്സ് ഈക്വൽ ടു 2 പൈ റൂട്ട് എൽ ബൈ ജി. ഇതാണ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുള്ളൂ, ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. അപ്പൊ കുറെ മെത്തേഡ്സിൽ ചെയ്യാം. ഏത് മെത്തേഡ്സ് ചെയ്താലും മാർക്ക് കിട്ടും. പക്ഷെ ചിലപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ എന്ന് പറയും. അപ്പൊ ഇതന്നെ ചെയ്യണം. പക്ഷെ എന്തൊക്കെ ചോദിച്ചാലും ഇതന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലും സെയിം കണ്ടുപിടിച്ചിരുന്നു. ടി ഈക്വൽ ടു 2 പൈ റൂട്ട് എൽ ബൈ ജി. അത് ചെയ്യാൻ പാടില്ല. അത് ആ ചാപ്റ്ററിന്റെ ബേസ് ചെയ്ത് ചോദിക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിലോ ഒക്കെ കമന്റ് ചെയ്യുക. പിന്നെ എൻ്റെ ക്ലാസ് ആണോ ടിലുവിന്റെ ക്ലാസ് ആണോ ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമന്റ് ചെയ്യുക. ബാക്കി വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് കാണുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം ബൈ.